വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു പിക്ചർ ഞാൻ കാണുന്നത്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ അതിൻ്റെ രണ്ട് വശവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് പേഴ്സണലി. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനും പർച്ചേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്സ് ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് താഴോട്ട് പോയിട്ടുണ്ട്. അത് ഞാനത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ അത് കയറി പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതിൻ്റെ ഒരു അതർ സൈഡും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ കുറേ സ്റ്റോക്സും ഇതേപോലെ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും താഴോട്ട് തന്നെ പോയിട്ടുള്ളൂ. സോ ഇത് രണ്ട് സൈഡും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഈ രണ്ട് കേസിൻ്റെയും എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആയാലും ശരി, ഇൻഡെക്സ് ആണെങ്കിലും ശരി, മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയോ അല്ല, അത് ഇങ്ങനെ എന്തായാലും മൂവ് ചെയ്യത്തുള്ളൂ. സോ നമ്മളിപ്പം എൻട്രി ചെയ്യുന്നത് അതിൻ്റെ ടോപ്പിലാണെങ്കിൽ താഴോട്ട് പോയിട്ടായിരിക്കും അത് മേലോട്ട് പോകുന്നത്. അതുപോലെ നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്നത് താഴെ നിന്നാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഗെയിൻ കണ്ടിട്ട് പിന്നെ ലോസ് കണ്ടിട്ടായിരിക്കും പിന്നെ അത് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോ ക്വാളിറ്റി സ്റ്റോക്സിലാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റിലായിരിക്കും പോകുന്നത്. ലോങ് ടേമിൽ അത് താഴോട്ട് മാത്രമേ പോകത്തുള്ളൂ എന്തായാലും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ല കമ്പനീസ് ആണെങ്കിലും ലോങ് ടേമിൽ അതെന്തായാലും ഒരു ഡയറക്ഷനോട്ട് അത് മൂവ് ചെയ്യത്തുള്ളത് മുകളിലോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പേഷ്യൻസ് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കോമ്പൗണ്ട് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. സോ അതിനെ ബേസ് ചെയ്ത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ പറ്റും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ, അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.